മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2025 ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. ഒന്ന് വീതം 3 നേരമാണേ. ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണം. ഈ ഗുളികക്കും നിങ്ങളെ കുപ്പായത്തിനും ഒരേ കളറാട്ടോ. 39 പിടിക്കേ. ബാക്കി ഇത് വെച്ചോളൂ. മരണോ എത്രയായി കണ്ടിട്ട്? ഇതൊക്കെ നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ എങ്ങനെയുണ്ട്? നല്ല മൂവ്മെന്റ് ഉണ്ടോ? കുഴപ്പമില്ലാണ്ട് പോണ്. മറ്റേ തുമ്മലിന് എങ്ങനെയുണ്ട്? ഏത് തുമ്മലിന്റെ സാധനം സൂപ്പർ ആട്ടോ. അത് നന്നായിട്ട് പോണ്ട്. കാരണം ആൾക്കാർക്ക് ഒരുവിധ ആൾക്കാർക്കൊക്കെ തുമ്മലുണ്ട്. ഡസ്റ്റ് അലർജിന്റെ ക്ലൈമാറ്റിന്റെ ഒരു കുഴപ്പമാണെന്ന് തോന്നുന്നത്. അത് നന്നായി പോണ്ട്. പിന്നെ മറ്റേ ശോധനയ്ക്കുള്ളതോ? തുമ്മലിന് പറഞ്ഞെടുത്ത് കഴുകി. കുഴപ്പമില്ല, നിങ്ങളെ കണ്ടോണ്ട് വന്നാ. മറ്റേ ശോധനയുടെ എങ്ങനെ ഉണ്ട്? ശോധനയും കുഴപ്പമില്ല. ശോധനയൊക്കെ നല്ല ശോധനയാന്ന് പറയുന്നുണ്ട്. ചൊറിച്ചിലിന്റെ പുതിയ പ്രോഡക്റ്റ് വരുന്നുണ്ട്. അതേതാ? ചൊറിച്ചിലിൻ. എന്തായാലും നിങ്ങളെ കമ്പനിന്റെ മരുന്നിന്റെ പേരൊക്കെ ഉസാറാ. അത് നമ്മുടെ കമ്പനിയുടെ ഒരു പ്രത്യേകതയാണ്. ഈ സാധാരണക്കാരന് പെട്ടെന്ന് ഒരു കടയിൽ വന്നാൽ അതിന്റെ പേര് പറയാൻ പറ്റും. അതാണ് കുട്ടിയൊക്കെ അവരെ പറയാലോ. പിന്നെ വേറൊരു സന്തോഷം പറയാനാ ഞാൻ. എന്താണ്? നമ്മുടെ വേറൊരു മുട്ടിന്റെ പുതിയ പ്രോഡക്റ്റ് വരുന്നുണ്ട്. ഇത് കാൽമുട്ട്? അതല്ല, ശ്വാസമുട്ടിന്റെ. ഓ, ശ്വാസമുട്ടിന്. അപ്പൊ അത് ലോഞ്ചിങ് ആയിട്ടുണ്ട്. എന്താ അതിന്റെ പേര്? ശ്വാസലിൻ. ഈ പറഞ്ഞ മാതിരി തന്നെ. അതെ. അപ്പൊ ഞാനിപ്പോ നമ്മുടെ ഇവിടെയുള്ള 3 ഡോക്ടർമാരെ കണ്ട് 3 ആളും പ്രിസ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ? നമ്മുടെ ഫൽഗുണനും ശീതളനും രാധാകൃഷ്ണനും. ഫൽഗുണനും ശീതളനും ഓക്കെ. രാധാകൃഷ്ണൻ നിങ്ങളെടുത്ത് വെക്കാന്ന് പറഞ്ഞോ? രാധാകൃഷ്ണൻ ഡോക്ടർ ശരിക്കും എന്റെ കണ്ണു നോക്കി പറയുന്നത് വെക്കൂല മൂപ്പര്. ഈ രാധാകൃഷ്ണൻ ഡോക്ടർ എങ്ങനെ ആയിപ്പോയെ? നിങ്ങൾ ഈ ഇറക്കുന്ന ഉഡായിപ്പ് മരുന്നൊന്നും മൂപ്പര് ആർക്കും എഴുതൂല. മൂപ്പര് നല്ല മരുന്ന് മാത്രം എഴുതുന്ന ഒരു മനുഷ്യനാണ്. നിങ്ങൾ അങ്ങനെ പറയരുത്. ഞങ്ങളുടെ കമ്പനിയുടെ മരുന്ന് അത്ര മോശമൊന്നുമല്ല. നമ്മളെ പോലെ ആൾക്കാർക്ക് അറിയാലോ. 100 പേര് കഴിച്ചു കഴിഞ്ഞാൽ 10 പേരുടെ അസുഖങ്ങളും മാറണം. പേർക്കൊക്കെ മാറും. അത് ശരിയാ. അല്ല ഇതൊക്കെ ഈ രാധാകൃഷ്ണൻ ഡോക്ടർക്ക് ഇടയ്ക്ക് കമ്പനി ഒരു AC കൊണ്ട് കൊടുത്തു. അയാൾ തിരിഞ്ഞു നോക്കില്ല. നോക്കൂല. നിങ്ങൾ AC കാറുകൊണ്ട് കൊടുത്തു നോക്കി. മൂപ്പര് ആട്ടുങ്ങളെ. ഈ രാധാകൃഷ്ണൻ ഡോക്ടർക്ക് വീക്ക്നെസ് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് അതിൽ പിടിക്കാം. കൂട്ടുകാരി, മൂപ്പര് വീക്ക്നെസ് എന്താ അറിയോ? ഉഡായിപ്പ് മൂപ്പരടുത്ത് നടക്കൂല. കർണക്കുറ്റിക്ക് കിട്ടും നിങ്ങൾക്ക്. അതാ. അല്ല, അയാൾ വാങ്ങില്ലെങ്കിൽ തൊട്ടപ്പുറത്ത് 2 എണ്ണം ഇരിപ്പുണ്ടല്ലോ, ആ ശീതളനും ഫൽഗുണനും. ഓ, ആർത്തി പണ്ടാരങ്ങളല്ലേ? ദൈവമേ, ഇടയ്ക്ക് ശീതളൻ ഡോക്ടർക്ക് ഒരു വാഷിംഗ് മെഷീൻ കൊണ്ട് കൊടുത്തു നമ്മുടെ കമ്പനിയിൽ നിന്ന്. വാഷിംഗ് മെഷീനോ? അത് കൊടുത്തപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി പ്രതീക്ഷിച്ചത് ഫുള്ളി ഓട്ടോമാറ്റിക്കാ. കമ്പനി കൊടുത്തത് സെമി ഓട്ടോമാറ്റിക്കാ. അത് മേടിച്ച് വെച്ചിട്ട് എന്നോടൊരു ചോദ്യം, മന്മത, ഈ തുണി ഇപ്പുറത്തുനിന്ന് എടുത്ത് ഉണക്കാൻ ഇപ്പുറത്തേൽ ഇടണമല്ലോ, അത് ഇടാനായിട്ട് ഒരു സ്ത്രീയെ നിങ്ങൾ കമ്പനി നിയമിച്ചു തരുമോ? ഉളുപ്പില്ലാത്തൊരു മനുഷ്യല്ലേ ഇയാളൊക്കെ ഉണ്ടല്ലോ. ഇവിടുന്ന് മയ്യത്തായിട്ട് അങ്ങോട്ട് പോയാലുണ്ടല്ലോ, നൂൽപ്പാലത്ത് കൂടെ പോയിട്ട് നരകത്തിലേക്ക് തള്ളിയിട്ടാൾ മൂപ്പരെ. നിങ്ങളെ കേസും അത് തന്നെ. അതിന് അതിനൊത്താശ ചെയ്യല്ലേ നിങ്ങളൊക്കെ? ഇപ്പം നിങ്ങളിപ്പോൾ മൂപ്പർക്ക് വാഷിംഗ് മെഷീൻ കൊണ്ട് കൊടുത്ത് നമുക്കൊരു സോപ്പും പെട്ടിങ്ങൾ ഇത്രയും കാലം എടുത്ത് നിൽക്കണം. ഇതൊക്കെ അങ്ങനെ പറയരുത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കമ്പനി തന്നെ 10 ബോക്സ് എടുക്കുമ്പോൾ 10 ബോക്സ് ഫ്രീ തരണുണ്ട്. ഇതൊക്കെ ശരി കേട്ടാ. മരുന്നായി പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ പുതിയ ശ്വാസലിൻ ഉണ്ടല്ലോ, ശ്വാസലിൻ 10 ബോക്സ് എടുക്കുമ്പോൾ 12 ബോക്സാണ് ഫ്രീ തരാൻ പോണേ. പിന്നെ ഇതൊക്കെ ഇതിപ്പോൾ ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആര് വന്ന് ചോദിച്ചാലും ധൈര്യമായിട്ട് കൊടുക്കാം കേട്ടോ. ഉറപ്പാണല്ലോ. പിന്നെ സംഗതി വിദേശത്തുനിന്ന് വരണാണിത്. ഏടുന്ന്? വിദേശത്തുനിന്ന്. പൊട്ടുമ്പോഴേ പാക്ക് വന്മതായി. ഇവിടെ സെഡിൽ കുമ്മായും കുറുന്തോട്ടിയും വെച്ചുണ്ടാക്കണ സാധനം ഞങ്ങളെ കുളിക്കുക. ഞാൻ ഇതിന്റെ ക്ലാസ്സിന് പോയിരുന്നു. 100-ൽ പരം എലികളെ പിടിച്ച് ശ്വാസമുട്ടുള്ള എലികളെ പരീക്ഷണം നടത്തിയിട്ട് ഇറക്കി വരുന്ന സക്സസ് ആയി. അല്ല, എലികൾക്ക് ശ്വാസമുട്ടുണ്ട്. ശ്വാസമുട്ടല്ല ഇതിപ്പോ ആരാ ഉള്ളേ? പിന്നെ അപ്പൊ നിങ്ങൾ ഓർഡർ പറ, എത്ര എടുക്കട്ടെ? ഒരു 10 ബോക്സ് നിൽക്കട്ടെ. ഞാൻ മാർക്കറ്റ് എങ്ങനെ ഉണ്ട് നോക്കട്ടെ. നിങ്ങളെ അഭിപ്രായമൊക്കെ അറിഞ്ഞിട്ട് സുഖേട്ടാ, ശ്വാസലിനോ 10 ബോക്സോ? 10 വരില്ല കേട്ടോ, ഒരു 5 എണ്ണം തരാം. ഒരു 2 ഡേയ്സ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ 10 എണ്ണം തരാം. നോക്കട്ടെ, ഞാൻ എത്തിച്ചു തരാം കേട്ടോ. എന്താ ശ്വാസലിന്റെ ഡിമാൻഡ് ആൾക്കാർ. നാളെ തുമ്മലിങ്ങനെ ഇതേ ആക്ടിങ് ഇനി അനക്കൊന്ന് മാറ്റി പിടിച്ചൂടാ മന്മത എനിക്ക്. ഓ, ചമ്മി. ഈ ചമ്മലിന് നിങ്ങളെ കമ്പനി ചമ്മലിന്ന് പറഞ്ഞിട്ട് മരുന്നിട്ട് ഇറക്കുണ്ടോ? ഇല്ലേ? ഇപ്പൊ ഞാൻ എന്തായാലും 5 ബോക്സിന് ഓർഡർ കൊടുക്കും. കൊണ്ടുവരും. ഇവിടെ എവിടെയും സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ വെക്കാം. അങ്ങനെ പറയല്ലേ, മാക്സിമം. എന്താ വേണ്ടത്? എനിക്കൊരു മുട്ടുവേദന, അതിനെന്തെങ്കിലും ഒരു മരുന്ന്. വയറിൻ കുടിക്കും. വയറിൻ കുടിക്കും. നല്ല മരുന്നല്ലേ വയറിൻ? മുട്ടുവേദന ഏറ്റവും നല്ല മരുന്നാണ് വയറിൻ. ഡോക്ടറെ കാണാൻ പോയതാ. പക്ഷേ ഇവിടുന്ന് പറഞ്ഞിട്ട് മരുന്ന് കിട്ടുന്നുണ്ട്. പിന്നെ പൈസ വെറുതെ ഡോക്ടർ കൊട്ടുണ്ട്. അത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് 2 ഗുളിക വെച്ച് 3 നേരം കഴിക്കണം. കഴിയുമ്പോഴേക്കും വയറ്റിൽ നിന്ന് ചിലപ്പോൾ പോയാലും ഒന്നും വിഷമിക്കരുത്.
മുട്ടുവേദന വയറ്റിലൂടെ അതിലൂടെ അങ്ങ് പോവാം. അത് മുട്ടുവേദന പോകുന്നതാണ്. ആ ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് കഴിയാം. അല്ല വേറെ സുഖം അന്നേരം എന്തെങ്കിലും ക്ഷീണമോ അസ്വസ്ഥത തോന്നിക്കഴിഞ്ഞാൽ നാളെ ഇവിടെ വന്നിട്ട് ശ്വാസലീൻ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്, ഗുളിക. അതും കൂടെ വേണമെങ്കിൽ ഒരു സ്ട്രിപ്പ് മേടിച്ചോ. ഒരു സ്ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 ഗുളിക വരും. അത് പിന്നെ രാവിലെ ഒന്ന് രാത്രി ഒന്ന് കഴിച്ചാൽ നിങ്ങൾ നേരത്തെ ഡോക്ടർ മൂപ്പര് ഡോക്ടറല്ല, ഡോക്ടർമാർക്കൊക്കെ മരുന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് റെപ്രസെന്റേറ്റീവ്. അതുകൊണ്ട് ഇത് കഴിച്ചോളി, ഡോണ്ട് മാറിക്കോളും. അതെ ഇതൊക്കെ നാളെ അയാൾ ശ്വാസലീൻ മേടിക്കാൻ വരുമ്പോൾ തുമ്മലിനും കൂടെ കൊടുക്കണം. നിങ്ങൾ കച്ചവടം ചെയ്യാനല്ലേ ഇരിക്കണത്, അല്ലാതെ പുണ്യം ചെയ്യാനൊന്നുമല്ലോ. ഇനി എന്ത് പഠിക്കുമ്പോൾ ഇതൊക്കെ കച്ചവടം? മുട്ട് വേനക്ക് വയർലി ഈ ചെല്ല്. ടവലൊന്നുമില്ലേ? എത്രയാ ടോക്കൺ? എത്രയാ ടോക്കൺ എടുക്കണോ? ടോക്കൺ എടുത്തിട്ട് ഇതുവരെ ഇല്ല. നീ എന്നോട് ഇവിടെ ആദ്യം വന്ന് നീ അതെ പിന്നെ നീ ഞാൻ ശരിക്കും ഇതെന്താ പോവാത്തത് ചോദിച്ചു ടോക്കൺ എടുത്തിട്ട് എത്രയാ ടോക്കൺ? എത്രയാ? എന്റെ 12 അടുത്ത പോണം. അടുത്തതാണല്ലേ? എന്ന് പറ്റി നീ ഭയങ്കര ശ്വാസം മുട്ടാ, കൊറേ കാലായിട്ടുണ്ട്. എവിടെയാ സ്ഥലം? എവിടെയാ? ഞാൻ കാസർഗോഡ്. ആ കാസർഗോഡ്. കണ്ട നോക്ക്, കാസർഗോഡ് തോന്നുന്നുണ്ടോ? നല്ല സൂപ്പർ ഡോക്ടറാ. കാസർഗോഡ് എവിടെയാണ് എപ്പോഴും കാണിക്കാറ്? ഞാൻ പണിക്കൊന്ന് ഇവിടെ പണിക്കൊന്ന് കൊറേ മാസമായി. ഞാൻ നിങ്ങൾ കാസർഗോഡുകാരെ പറ്റി കൊറേ കേട്ടിട്ടുണ്ട്. എന്ന് കേട്ടി നീ? അല്ല, നിങ്ങൾ നല്ല മനുഷ്യരാണ്, എല്ലാരെയും സഹായിക്കും. നമുക്ക് ഇങ്ങോട്ട് തിരിച്ചിട്ട് ഒരു സഹായം ആരും ചെയ്യില്ല. അതാ നിങ്ങളത് പ്രതീക്ഷിക്കണില്ല എന്നൊക്കെ എല്ലാരും പറയണ കേൾക്കാം. ആദ്യമായിട്ടാ ഞാനൊരു കാസർഗോഡുകാരനെ കാണുന്നത്. ഞങ്ങൾ കേറിക്കോട്ടെ, ഞങ്ങൾ കേറിക്കോട്ടെ. 18. 12 ഞാൻ കയറണ്ട്. ഒരു ഉപകാരം. അയ്യോ ഉപകാരം, അങ്ങനെ ഉപകാരം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പണിയിപ്പോ. കേറിക്കോട്ടെ, ഒട്ടും വയ്യ, അതുകൊണ്ടാ. കേറിക്കോ ആയിട്ടാ വരട്ടെ. കാണാം കാണാം. ഡോക്ടറെ കണ്ടിട്ട് അവിടെ വെയിറ്റ് ചെയ്യും. അങ്ങനെ ശീതളൻ ഡോക്ടറെ കണ്ടിട്ട് ഉടനെ അങ്ങോട്ട് വരാം. അടുത്ത ഞാൻ ഉടനെ കാണും. അടുത്ത ഞാൻ തന്നെ കണ്ടോളാം. അടുത്തത് നമുക്ക് കയറാം. എത്ര ടോക്കൺ? 150. എനിക്ക് വേണം അടിക്ക്. ആദ്യം ചേട്ടന്റെ നമ്പറാണ് കേട്ടോ ഞങ്ങൾ കയറുന്നത്. ആയിക്കോട്ടെ, അത് സാരില്ല, പോയിക്കോ. മറിമായം